നമ്മുടെ തേനെ ആവശ്യക്കാരായിട്ട് വരുന്ന ചില ആളുകളൊക്കെ ചില സംശയങ്ങൾ പ്രകടിപ്പിക്കാറുണ്ട്. അഥവാ വാങ്ങിച്ചു കൊണ്ടുപോയിട്ട് ഉപയോഗിച്ചിട്ടല്ല, ഉപയോഗിക്കുന്നതിന് മുമ്പ് ആവശ്യക്കാരായിട്ട് വരുന്ന സമയത്ത് അഥവാ അന്വേഷകരായിട്ട് വരുന്ന സമയത്തുള്ള സംശയങ്ങളാണ്. ഇത് പഞ്ചസാരലായന് കലക്കി കൊടുക്കുന്നതാണോ, അല്ലെങ്കിൽ പിന്നെ അത് ഒറിജിനലിനെയാണോ എന്നുള്ള രീതിയിലുള്ള ചില സംശയങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ സംശയം പ്രകടിപ്പിക്കുന്ന പ്രിയ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഞാനൊരു വോയിസ് കേൾപ്പിച്ചു. അഥവാ നമ്മുടെ തേന് വാങ്ങിച്ചു കൊണ്ടുപോയിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു കസ്റ്റമറുടെ ഒരു അഭിപ്രായമാണ്, സുഹൃത്തിൻ്റെ അഭിപ്രായമാണ് കേട്ടോ. ഹലോ, അസ്സലാമു അലൈക്കും. ഞാനിപ്പോൾ വീട്ടിലേക്ക് എത്തി തേന് ടേസ്റ്റ് ചെയ്ത് നോക്കി. മാഷാ അല്ലാഹ്, കുഴപ്പമില്ല. നല്ല ഉഷാറായ നല്ല തേനാണ്, ഒരു കുഴപ്പമില്ല. കാരണം ഇതിന്റെ ഒറിജിനൽ കോളനി എൻ്റെ അടുത്തുണ്ട്, 3-4 കോളനി എൻ്റെ അടുത്തുണ്ട്. പക്ഷെ സ്വാഭാവികമായിട്ടും അതിനൊക്കെ കുറച്ചേ നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ മറ്റുള്ള ആവശ്യങ്ങൾക്കൊന്നും ഇത് തികയണില്ല. അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ഓർഡർ ചെയ്തത്. കണ്ടപ്പോ കുഴപ്പമില്ല കേട്ടോ, നല്ല തേനാണ്, ഒരു പ്രശ്നവുമില്ല. അതേ ടേസ്റ്റ് തന്നെയാണ്. ആ ചെറിയൊരു പുളി മധുരമായിട്ടുള്ള ടേസ്റ്റ് തന്നെയാണ് ചെറുതായും വരിക. കുഴപ്പമില്ല. പിന്നെ സ്വാഭാവികമായിട്ടും കാലാവസ്ഥക്ക് അനുസരിച്ച് അതിനനുസരിച്ച് തേന്റെ രുചിക്ക് മാറ്റം വരുന്നു പറയണ്ടേക്കാം. പക്ഷെ അതൊന്നും ഇതിന് ബാധിച്ചിട്ടില്ല. അത് സെയിം സാധനം തന്നെ, ഒരു മാറ്റവും ഇല്ല കേട്ടോ. അപ്പോൾ അദ്ദേഹം ഒരു കർഷകനാണ്, അദ്ദേഹം വാങ്ങിച്ചു കൊണ്ടുപോയ ചെറുതേനാണ് കേട്ടോ. അപ്പോൾ അദ്ദേഹം ഒരു ആവശ്യമുണ്ട്. അയാൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന സമയത്തിന് അന്വേഷണവുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ തന്നെ പറഞ്ഞു, ഞാൻ തേൻ ചെയ്യുന്ന ആളാണ്, അപ്പോൾ നിങ്ങളുടെ തേൻ ഉപയോഗിച്ച് അതിനെ അറിയാവുന്ന രീതിയിലൊക്കെ പറഞ്ഞു. പിന്നെ കൊണ്ടുപോയി അത് ഉപയോഗിച്ചതിന് ശേഷമുള്ള വോയിസാണത്. അപ്പോൾ നമ്മുടെ ചെറുതേന് നല്ലത്, ചെറുതേൻ കൊണ്ടുപോയൊരു അഭിപ്രായം കേട്ടത്. അതുപോലെ നമ്മുടെ ഫോറസ്റ്റണി ആണെങ്കിലും നമ്മളെ വളർത്തേനാണെങ്കിലും എല്ലാം നമ്മൾ കൃത്യമായിട്ടുള്ള രീതിയിലാണ് ആവശ്യക്കാരിലേക്ക് എത്തിക്കുന്നത്. അഥവാ യാതൊരു വിധത്തിലുള്ള കൈകടത്തലുകൾക്കും നമ്മളത് വിധേയമാക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അഥവാ പ്രകൃതി എന്ത് തരുന്നോ അത് കൃത്യമായിട്ട് പാക്ക് ചെയ്ത് ആവശ്യക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു പ്രക്രിയ മാത്രമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ തേന് നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോ തൊട്ട് താഴെ നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് വാട്സപ്പിൽ ബന്ധപ്പെടാം. വിളിച്ച് വിളിച്ച് കിട്ടിയിട്ടില്ലെങ്കിൽ വാട്സപ്പിൽ ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് വാങ്ങിച്ച് ഉപയോഗപ്പെടുത്താൻ പറ്റും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.